സാമൂഹ്യ ശാസ്ത്ര ലോകം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. സാമൂഹ്യ ശാസ്ത്ര ലോകം ഓരോ സമൂഹത്തിന്റെയും വിജയം സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വളരെ വ്യക്തമായി പറഞ്ഞു. സാമൂഹ്യ ശാസ്ത്ര ലോകം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താ? സാമ്പത്തിക മൂലധനം വേണം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മൂലധനത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ സമൂഹത്തെ രക്ഷിക്കാൻ രണ്ട് കൈകൾ നീട്ടിക്കൊണ്ട് ഉസ്താദ് കടന്നു വരുമ്പോ പോക്കറ്റിലുള്ളത് അറിയാതെ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക്, ഉസ്താദിന്റെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന മുഴുവൻ ജനസമൂഹവും. ഞാനും അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് ഉസ്താദിനെ കണ്ടപ്പോ യോഗത്തിൽ പങ്കെടുക്കും, ഉസ്താദ് ഇങ്ങനെ കൈ നീട്ടി എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ അറിയാതെ കൈയെടുത്ത് കയ്യിലോട്ട് ഇട്ടുകൊടുത്തു. അത് ഉസ്താദിന്റെ ഒരു പ്രത്യേക അള്ളാഹുവിന്റെ കാര്യമാണ്. സംശയമുണ്ടോ? ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്റെ കാഴ്ചപ്പാട്. അതാണ് പറഞ്ഞത്, സാമ്പത്തിക മൂലധനത്തെപ്പറ്റി നിങ്ങളാരും വിഷമിക്കേണ്ട. ഈ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക മൂലധനം ഉണ്ടാക്കിയെടുക്കാൻ കാന്തപുരം ഉസ്താദ് ഉള്ളിടത്തോളം കാലം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം സാംസ്കാരിക മൂലധനമാണ്. സാംസ്കാരിക മൂലധനം എന്ന് പറയുമ്പോ ഉണ്ടോ? എനിക്ക് തെറ്റുപറ്റുകേലെങ്ങനെ ഉസ്താദ് കഴിഞ്ഞുള്ള ഒരാളെ പറ്റൂ. കാരണം എന്റെ മനസ്സിന്റേതാ ഞാൻ പറഞ്ഞത്. അതായത് സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, കലയാണ്. ഈ സമൂഹം വിദ്യാഭ്യാസപരമായി എത്രയോ ഉന്നതമായ സ്ഥാനത്തെത്തി നിൽക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം സർവ്വ ജനങ്ങൾക്കും കൊടുക്കുന്ന രീതിയിൽ ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ, സാംസ്കാരികമായി അവരെ ഉന്നമനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ SSFന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ നോക്കിക്കാണുന്നു. അപ്പോ ആ കാര്യത്തിലും നമ്മൾ വിജയിച്ചിരിക്കുന്നു. മൂന്നാമത്തതാണ് ഉസ്താദെ ഞാൻ പറയുമ്പോ പെടങ്ങത്, രാഷ്ട്രീയ മൂലധനം വേണം. രാഷ്ട്രീയ മൂലധനം വേണം. ആ രാഷ്ട്രീയ മൂലധനം എന്ന് പറഞ്ഞാൽ എന്താ? ആ രാഷ്ട്രീയ മൂലധനം ഉണ്ടാക്കാൻ കഴിവുള്ള ശക്തമായ നേതൃത്വമാണ് കാന്തപുരം ഉസ്താദ്, സംശയമില്ല. പക്ഷേ ആ നിലയിലേക്ക് ഉസ്താദ് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ ഉസ്താദെ? നമുക്കൊന്ന് നോക്കണം. ഞാനതാണ് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് നടക്കട്ടെ ആണ് എനിക്ക് പറയാറുള്ളത്. എന്റെ അഭിപ്രായം, എനിക്ക് ഈ ഒളിച്ചു വർത്താൻ പറയാറില്ല, അതുകൊണ്ട് പറയുക. ഖാദർ ഉസ്താദ് ആ കാര്യത്തിൽ കൂടി ഇറങ്ങണം. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ വിദ്യാഭ്യാസ മൂലധനം ഞാനിവിടെ വെച്ച് പറഞ്ഞു. ആ മൂലധനവും നമുക്കുണ്ടാക്കിയെടുക്കാൻ SSFന് കഴിയും. നമുക്ക് നോക്കാം, ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ആരൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമേ സത്യവിശ്വാസികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ സ്ഥാപിതമായ 4 സംവിധാനങ്ങളല്ലേ ഉള്ളത്. ഒന്നാമത്തേത് ഏതാണ്? നുബുവത്ത്, നബിമാരുടെ നേതൃത്വം. രണ്ടാമത്തേത് ഖിലാഫത്ത്, ഖലീഫമാരുടെ നേതൃത്വം. മൂന്നാമത്തേത് മുൽക്കിയത്ത്, രാജാക്കന്മാരുടെ നേതൃത്വം. നാലാമത്താണ് മഹല്ലുകൾ, അതായത് ഉലമാക്കളും ഉംറാക്കളും ചേർന്നുള്ള ജമാഅത്തുകളുടെ നേതൃത്വം. ഇപ്പം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ശരിയല്ലേ ഉസ്താദേ? അതായത് ഞാൻ കാണുന്നതാണ്, നമ്മുടെ സമൂഹത്തിലെ ഇസ്ലാം മതവിഭാഗം രാഷ്ട്രീയ നേതൃത്വം വേണമെന്ന് പറയുന്നത് പോലെ സമൂഹത്തെ നയിക്കാൻ നേതൃത്വം വേണം. ആ നേതൃസ്ഥാനത്തിലേക്ക് ഏറ്റവും അഭിനന്ദനായി കാന്തപുരം ഉസ്താദ് എത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോ പള്ളികളിലും ഓരോ മഹല്ലുകളിലും മഹല്ല് കമ്മിറ്റികളും അവിടുത്തെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊള്ള ആ കമ്മിറ്റികൾ, ഉലമാക്കളും ഉംറാക്കളും ചേർന്നുള്ള കമ്മിറ്റികളും ചേർന്നുകൊള്ള പ്രവർത്തനം നടക്കുമ്പോ യാതൊന്നും ഭയപ്പെടാനില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ മറ്റു വിശ്വാസിക്കൊന്നും കിടക്കുന്നില്ല. നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല.
ഇന്ത്യ പോലൊരു മതേതര രാഷ്ട്രത്തിൽ സർവ്വവിധത്തിലുള്ള ചിന്തകളും വെടിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഏറ്റവും അഭിനന്ദനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറ്.